മുൻപന്തിയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാക്കി എൻഡിഎ. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ നടക്കും. പട്നയിലെത്താൻ എൻഡിഎ എംഎൽഎമാർക്ക് നിർദ്ദേശം. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകും. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നു. ആന്റണി, മുഖ്യമന്ത്രി ആരായിരിക്കും ബീഹാറിൽ എന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. നിതീഷ് കുമാറിന് തന്നെയാണ് സാധ്യത ഏറെയും. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ബീഹാറിലെ വൻ വിജയത്തിന് പിന്നാലെ ഈ സർക്കാർ രൂപീകരണ ചർച്ചകൾ എൻഡിഎയിൽ സജീവമാണ്. പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ JDUവിൻ്റെ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള സഞ്ജയ് ഝാ ഡൽഹിയിൽ എത്തിയിരുന്നു. അവിടെ എത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഏതായാലും നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ് JDU മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം. ഏതാണ്ട് അതിന് പരിപൂർണ പിന്തുണ എൻഡിഎയിൽ നിന്ന് ഉണ്ട്. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകും എന്നുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. അതേസമയം അമിത്ഷായ്ക്ക് ചില അതൃപ്തി ഈ കാര്യത്തിൽ JDUവിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നതിലുണ്ട് എന്ന് അറിയുന്നുണ്ട്. പക്ഷേ നിതീഷ് കുമാറിനെ തന്നെയായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാവുക നിതീഷ് കുമാർ തന്നെയായിരിക്കും. ആ തെരഞ്ഞെടുപ്പ് വിജയമുണ്ടായ ദിവസം BJP നേതാക്കളടക്കം അത് പറയുകയും ചെയ്തിരുന്നു അന്ന്. ഏതായാലും സത്യപ്രതിജ്ഞ ഉടൻ തന്നെ ഉണ്ടാകും. ഒരുപക്ഷെ ബുധനാഴ്ചയോ അല്ലെങ്കിൽ ഈ വരുന്ന വ്യാഴാഴ്ചയോ സത്യപ്രതിജ്ഞ നടത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. ഏതായാലും ഈ എൻഡിഎയുടെ പാർലമെന്ററി പാർട്ടി യോഗം, MLA-മാരുടെ യോഗം ഉടൻ തന്നെ പാട്നയിൽ ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ നിതീഷ് കുമാറിനെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തേക്കും. ഏതായാലും എല്ലാ MLA-മാരോടും പാട്നയിലേക്ക് എത്താനുള്ള നിർദ്ദേശം ഇപ്പോൾ NDA സഖ്യം നൽകിയിട്ടുണ്ട്. ഏതായാലും അവരെത്തിയ ശേഷം യോഗം ചേർന്നായിരിക്കും മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. ഏതായാലും നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള സൂചനകളാണ് വരുന്നത്. പല തലങ്ങളിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ശരി, ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് NDA. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ നടക്കും. പട്നയിലെത്താൻ NDA MLA-മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത നിലനിൽക്കുന്നത്. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്. പ്രസംഗങ്ങൾ എഡിറ്റ് ചെയ്ത ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിൽ BBC-ക്കെതിരെ $500 കോടി മാനനഷ്ട കേസ് നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.